Meet the editors. പുകഞ്ഞ കൊള്ളി പുറത്തായി മാറിയിരിക്കുന്നു. ഗുരുതരമായ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഉന്നതനായതുകൊണ്ടും സ്വാധീനശേഷിയുള്ളതുകൊണ്ടും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടും ഇയാളെ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു വിടുക സാധ്യമല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അറിയേണ്ടത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു, പക്ഷേ MLA സ്ഥാനം ഒഴിയണ്ടേ എന്നാണ്. അങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതും ഡിസംബർ 4-ാം തീയതി. അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടായ ദിവസമാണ്. അതേ ദിവസം തന്നെയാണ് വലിയ വീഴ്ചയും. MLA സ്ഥാനം കൂടി രാജിവെക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഉദിച്ചുയർന്ന് അതേ വേഗത്തിൽ താഴേക്ക് പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഇനി MLA സ്ഥാനം ഒഴിയണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത രീതിയിൽ നടപടിയെടുത്ത് മാതൃകയായി എന്ന രൂപത്തിൽ കോൺഗ്രസിനത് ഉന്നയിക്കാനാകും. ഇപ്പോഴും അതാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോഴാണ്. ഒരു പരാതി മുന്നോട്ട് വന്നില്ല, അതിനു മുൻപ് തന്നെ ആദ്യം നടപടിയെടുത്തു. ഇപ്പോഴിതാ കോടതിയുടെ വിധി വന്നതിൻ്റെ അടുത്ത മിനിറ്റ്, അതായത് 2:25 വിധി വരുന്നു, 2:26 പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയാണ്. അതായത് പാർട്ടി ആ വാർത്താക്കുറിപ്പ് വളരെ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസ് ഇതുവരെ തുടർന്നു വന്ന, അതായത് ഇടക്കാലത്തെ വന്ന ഒരു പ്രവണതയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് കൂടി ഈ വിഷയം മാറുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൽ നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെടുത്ത നിലപാട്, ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കൾ, അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഷാനിമോൾ ഉസ്മാന്റെ പേര്, ബിന്ദു കൃഷ്ണയുടെ പേര്, അതുപോലെ തന്നെ ഉമാ തോമസിന്റെ പേര്. ഇവരൊക്കെ തന്നെയും ഉറച്ച ശബ്ദത്തിൽ, സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് പറഞ്ഞ ശേഷം വനിതാ നേതാക്കൾ പതുക്കെ, കോൺഗ്രസിൽ നിന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കോൺഗ്രസ് ഒരു നിലപാട് പൂർണ്ണമായും തീരുമാനിക്കുന്നവരെ വനിതാ നേതാക്കൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും സ്വതന്ത്രമായ ഒരു നിലപാട് പറയാൻ സാധിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇനി കോൺഗ്രസിൽ വേണ്ട, പാർട്ടിയിൽ വേണ്ട എന്ന് ഉറച്ച് പറഞ്ഞത് ഷാനിമോൾ ഉസ്മാനാണ്. നമ്മളോടാണ് പ്രതികരണം ആദ്യം നടത്തിയിരുന്നത്. ഇന്ന് ആ നേതാക്കൾക്കൊക്കെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നു. ഈ പാർട്ടിയിൽ പ്രതീക്ഷയുണ്ട് എന്ന രൂപത്തിൽ ആ നിലയ്ക്ക് കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിലാണ്. ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമായി. ഈ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ നമ്മൾ മൈക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും എൻ്റെ പോക്കറ്റിലല്ല എന്ന് KPCC അധ്യക്ഷന് ക്ഷമകെട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിലല്ല, പക്ഷേ എവിടെയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ ചിലരുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വന്നാണ്. അടൂർ പ്രകാശിനെ പോലുള്ള മുതിർന്ന നേതാവ് UDF കൺവീനർ നേരത്തെ നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലൊക്കെ പിന്തുണ, ഏതായാലും ഈ ചെറുപ്പക്കാരനെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് പോകേണ്ട ഒരു നേതാവല്ല എന്ന് K. സുധാകരൻ പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും K. മുരളീധരന്റെയും പ്രതികരണം, അതോടൊപ്പം രമേശ് ചെന്നിത്തല തുടക്കം മുതൽ തന്നെ എടുത്തിരിക്കുന്ന പ്രതികരണമൊക്കെ, നിലപാടൊക്കെ വളരെ പ്രധാനമാണ്. ആ നിലപാട് ഇങ്ങനെ ഒരാൾ വേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പരാതി വരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആ യുവതിക്കെതിരെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കണമെന്ന നിലപാടെടുത്ത പാർട്ടിയിലെ വനിതകൾക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക്, അത് ഏത് രൂപത്തിൽ വരെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ യുവതിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കഴിഞ്ഞു. അതിനുശേഷം 2ാമത്തെ ഒരു പരാതി വരുന്നു. ഇതിലിപ്പോൾ ആകെ തുകയായി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഉത്തരവ് കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്നു. അതായത് പരാതിപ്പെടാൻ ഭയപ്പെടേണ്ടതില്ല. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങൾക്കനുകൂലമായ ഒരു കോടതി ഉത്തരവുണ്ടാകില്ല എന്ന് ഭയക്കേണ്ട എന്നൊരു സന്ദേശം ഏതായാലും ഈ സെഷൻസ് കോടതി ഉത്തരവിൽ നിന്ന് വരുന്നുണ്ട്. ഇനി മേൽക്കോടതിയൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്നതിന് കോടതിയിൽ നിന്നും ഒരു റിവാർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ധൈര്യം ഏത് പെൺകുട്ടിയും അത് കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ഒരു മാതൃക കാണിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നോക്കൂ, CPM-ന് അത് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ വിഷയമായി അവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവ് വരുമ്പോഴെങ്കിലും അറസ്റ്റിലാകണ്ടേ? ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ പോലീസ്, ഏറ്റവും സംവിധാനമുള്ള പോലീസ് സംവിധാനമാണ് കേരളത്തിലേത്. ഇവിടുത്തെ പോലീസിന് 8 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനായിട്ടില്ല എന്ന് പറയുന്നത്
വലിയ പരാജയമാണ്. ഈ നിമിഷവും അതാ കസ്റ്റഡിയിലില്ല, കസ്റ്റഡിയിലുണ്ടോ, കസ്റ്റഡിയിലില്ല, കസ്റ്റഡിയിൽ വന്നേക്കാം, അവിടെ ഇവിടെ നാലുപാടും ഓടുന്നു. അങ്ങനെ ഓടുകയാണോ യഥാർത്ഥത്തിൽ? പോലീസിന് ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നാണോ? അതോ പോലീസിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ ഈ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരം കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു വിഷയമാണ്. ആ തരത്തിൽ കൂടി പരിശോധിക്കേണ്ട. അപ്പോൾ ഈ നിമിഷം വരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വീഴ്ച അല്ലെങ്കിൽ അതൊരു പരാജയമായി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇനി പറയാം, ഇനി തലയുയർത്തി പറയാം, ഞങ്ങളിത് നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും ദിവസം കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ആ സമയത്ത് പറയേണ്ട വിമർശനം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു പ്രവണത എന്നുള്ളത് യുവ നേതാക്കൾക്ക് കുറച്ചുകൂടി ചാൻസ് കൊടുക്കുക എന്നതാണ് ഇതിൽ പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്ന നിലപാട്. അങ്ങനെ യുവ നേതാക്കൾക്ക് ചാൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിലും ഒക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ വരുന്ന ഒരു പ്രത്യേക രൂപത്തിൽ വരുന്നു. അവർ ആ സമയത്തൊക്കെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് നേതാക്കളെക്കാൾ മുകളിലേക്ക് വളർന്ന ഒരു സംവിധാനമായി വളരുകയും അതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നല്ല രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത്, ഒരു ഗുണ്ട രൂപത്തിൽ അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുകയാണ്. അങ്ങനെ അവർ എല്ലാ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന രൂപത്തിലേക്ക്, അതായത് പാലക്കാട് ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വരണം എന്ന് നിർണ്ണയിക്കുന്നതിലേക്ക്, നേതാക്കളെ സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിലേക്ക് അതൊക്കെ വളർന്നു. അതിന് ഇപ്പോൾ അടിവേറിറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുകയാണ് അത് വ്യക്തിപരമായ ബന്ധമായിരുന്നില്ല, രാഷ്ട്രീയ ബന്ധമായിരുന്നു എന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈറ്റും ഷാഫിയുടേതാണ്. കാരണം തള്ളിപ്പറയാതെ, ഇതുവരെ തള്ളിപ്പറയാതെ ഇന്നാണ് ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ രൂപത്തിലുള്ള പ്രവർത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പരാതിയായി തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഷാഫിക്കും കൈയൊഴിയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഒരു ക്ലെൻസിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരവും അഭിമാനവും ഈ നിമിഷം നിൽക്കാവുന്നതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി എങ്ങനെയാണ് നീങ്ങട്ടെ. ഏതായാലും MLA സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ, MLA സ്ഥാനം ഒഴിയുമ്പോൾ MLA സ്ഥാനത്ത് തുടരുന്ന സമാനമായ ഈ തീവ്രതയൊന്നും അളക്കണ്ട, സമാനമായ ആരോപണങ്ങളുള്ള മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാകുന്നു, അവരെ അവിടെ ഇരുത്തുന്നവർക്ക് കൂടിയുള്ള ചോദ്യചിഹ്നമാകുന്നു. ഓക്കെ, നമുക്ക് ഒരു ഇടവേള വേണം. ഇടവേളത്തിൽ പാർട്ടി കൊടുത്ത MLA സ്ഥാനം കൂടി ഒഴിയണ്ടേ എന്നതാണ് ചോദ്യം. ജിമ്മി, ഈ ഡിസംബർ 4 രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA സ്ഥാനം ഒഴിയണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ട് പ്രസ്താവനയും മറ്റുമൊക്കെ ഇറക്കുന്ന ഒരു ദിവസം. അത് മാത്രമല്ല ഡിസംബർ 4 പ്രത്യേകത എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വാട്ടർഷെഡ് മൂവ്മെൻ്റാണ്. ഒരു സ്ത്രീപീഡന കേസിൽ സ്ത്രീയുടെ പരാതി ഉണ്ടെങ്കിൽ MLA സ്ഥാനം ഒഴിയണമോ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ഉത്തരം രാജിവെക്കണ്ട എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളി, മുകേഷ്, വിൻസെൻ്റ്, നമ്മുടെ ഇപ്പോഴുള്ളത്. അതിനു മുമ്പ് ഗാർഹിക പീഡന പരാതിയുടെ പേരിലാണെങ്കിലും വളരെ ക്രൂരമായ പീഡനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് KB ഗണേഷ് കുമാറിൻ്റെ മുൻ ഭാര്യയെ കൊടുത്ത ഒരു പരാതി, അതിനെക്കുറിച്ച് അച്ഛൻ R ബാലകൃഷ്ണപിള്ള പരസ്യമായി പറഞ്ഞ പരിപാടി, അതിന് പുറകോട്ട് പോയാൽ പിന്നെ ഒരു മന്ത്രി, ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ ഈ സ്ത്രീ പീഡന പരാതികൾ ഏറ്റുവാങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ ആരുടെയും രാജി ഇതുവരെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രതിപക്ഷമായാലും സ്വന്തം പാർട്ടി എന്നാലും അങ്ങനെ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാലം മാറുകയാണ്. ഇയാൾ രാജിവെച്ചേ പറ്റൂ എന്നുള്ളൊരാവശ്യം കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നെങ്കിൽ എതിർപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ കുറച്ച് പേര് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും പറയുകയും ഇന്ന് കേരളം മുഴുവൻ ഒരു കൺസെൻസസിൽ നിൽക്കുകയാണ്, MLA സ്ഥാനം ഒഴിയണം. ശരി, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇനി ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് വളരെ ക്രൂരമായ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ ഗൗരവത്തിൽ കണ്ട് അങ്ങനെ ഒരു ആരോപണമേറ്റാൽ ആ ആരോപണം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ വന്ന ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾ MLA സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ കൺസെൻസസ് എങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും ബൈ ഡിഫാക്റ്റോ നിങ്ങളെല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു രാജി അനിവാര്യമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. MLA പദവി എന്തെങ്കിലും ജനപ്രതിനിധിയുടെ പദവി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ രാജിവെക്കുകയും വേണം. ഇതാണ് കൺസെൻസസ്. ഈ കൺസെൻസസ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചിട്ടുണ്ട്. മറന്നു പോകരുത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ പരാതികൾ പാർട്ടി പരിഗണിക്കുന്ന ഒരു പ്രത്യേക രീതി, ഒരു പ്രത്യേക സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് CPMൻ്റെ 2 പരാതികൾ പാർട്ടി കോടതിയിലേക്ക് വിട്ടുവന്ന് അഭിമാനത്തോടു കൂടി പാർട്ടി നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. അത് പാലക്കാട്ടെ പരാതി വന്നപ്പോൾ, ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത് അത് പാർട്ടി അത് പരിഗണിക്കുന്നുണ്ട്, പാർട്ടിക്ക് ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരസ്യമായിട്ടാണെന്ന് അന്വേഷണ കമ്മീഷനെ വെച്ചതല്ല.
അതിനു മുമ്പ് മറ്റൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ പേരിൽ CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണൂരിലെ നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2 ശശിമാരും 2 പ്രധാനപ്പെട്ട പദവികളിലേക്ക് പാർട്ടിയിൽ തന്നെ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതിനും നമ്മളൊന്ന് അവസാനം കാണുകയാണ്. ഒരു പരാതി കിട്ടിയാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾ പോലീസിന് കൈമാറണം എന്നുള്ളതും സമ്മതിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. KPCC ഇന്നലെ ഈ കാര്യം സംബന്ധിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ പരാതി കൊടുത്തു, പരാതി കിട്ടിയത് പോലീസിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ ഇതിന് മുമ്പ് കിട്ടിയ പരാതിയോ? അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു അനേകം പരാതികൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം, അന്നെന്താ കൈയായിരുന്നത്? അത് CPM ചെയ്തില്ലല്ലോ. ശരിയാണ്, CPM പരാതികളെല്ലാം പാർട്ടി കോടതി പാർട്ടി സംവിധാനത്തിൽ ഞങ്ങൾ പരിഗണിച്ചു എന്ന് പറയുകയും അവസാനം പോലീസിൽ പരാതി വരുമ്പോൾ, കേസ് വരുമ്പോൾ പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അവസാനം പാർട്ടി എന്ത് ചെയ്തു? ഒരു നടപടിയെടുത്തു. അതിനുശേഷം അവരെയൊക്കെ തിരിച്ച് വലിയ പദവികളിലേക്ക് ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ. വാശിയുടെ പുറത്ത് വാശിയുടെ പേരിലാണെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, ഒരു വളരെ ഗൗരവമായ ഒരു പരാതിയാണ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം എന്നുള്ളത്. അതുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഷൻ പോലും പോരാ, പുറത്താക്കണം. ജനപ്രതിനിധിയാണെങ്കിൽ രാജിവെക്കണം. 2, പാർട്ടിയിൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾക്കുണ്ട്. ഇനി നിങ്ങളുടെ പാർട്ടി കോടതിയും പാർട്ടിയിലെ കോൺഗ്രസിന് കോടതിയാണെന്ന് അറിയില്ല, കോൺഗ്രസിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതങ്ങടുത്ത് ഭരണത്ത് വെച്ചാൽ മതി. ഇനി ആ പരിപാടി നടക്കില്ല. അത് പോലീസിലേക്ക് വരണം, പൊതുജന സമക്ഷത്തിലേക്ക് വരണം. ഈ കാര്യം 2ഉം സമ്മതിച്ചിരിക്കണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലേക്ക് പ്രത്യേകമായി വന്നാൽ, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രെഡേറ്റർ ഇത്ര വളർന്നു വലുതായത്? രാഹുൽ മാങ്കൂട്ടത്തിലെ കഥ തുടങ്ങുന്നത് പാലക്കാട് MLA ആയിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പലരും പറയുന്നുണ്ട് 2 വർഷം മുമ്പ് ഡൽഹിയിലെ പരിപാടിക്ക് പോകുമ്പോൾ എന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ലേ, ഞങ്ങൾ വേറെ പോയി നടപ്പോൾ അതല്ല, എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആ പരാതി ഞാൻ ഷാഫി പറമ്പലിന് കൈമാറി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഷാഫി പറമ്പൽ ഇന്ന് പറഞ്ഞ വരികൾ ശ്രദ്ധിക്കണം. ക്രിമിനൽ സ്വഭാവമുള്ള പരാതി കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ ഇതുവരെ എന്നാണ് ഷാഫി വളരെ ബോധപൂർവം ഇന്ന് സംസാരിച്ചത്. നോക്കണേ ആ വരികളിലെ ചാതുര്യത. അപ്പോൾ ആ പരിപാടിയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പരാതി കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതിനു ശേഷം പല തവണ ഉണ്ടായതാണ്. ഇന്നലെ ഡിബേറ്റിൽ ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് അവർ പറഞ്ഞ, അവരുടെ പേര് ഞാൻ മറന്നു, ഷഹനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. സ്ത്രീകളുടെ പരാതി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഷഹനാസ് ഇന്നലെ പറഞ്ഞത്. ഒരു സ്ത്രീക്കൊരു പരാതി ഉണ്ടെങ്കിൽ എന്നോടൊരാൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് കണ്ണടച്ച് കളഞ്ഞേരെ എന്നുള്ളതാണ് പൊതുരീതി. ഓർമ്മയുണ്ടോ, പണ്ടൊരു മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത്. ആക്ച്വലി ഇടതുപക്ഷത്തിനകത്ത് 2 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. കോടതിയിലൊന്നും തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ കഥകളൊക്കെ എല്ലാവർക്കും വളരെ കൃത്യവും വെടുപ്പുമായി അറിയാവുന്നത് കൊണ്ട് അപ്പോഴാണ് പല ബാക്ക് ഹിസ്റ്ററികളും പുറത്തു വരുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പേർ പരാതി പറഞ്ഞുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, ഈ പരാതി പുറത്തു വന്ന ഉടനെ സ്ത്രീകളെല്ലാവരും ഒരേ സ്വരത്തിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. നമ്മളോട് തന്നെ പലരും വ്യക്തിപരമായി പറഞ്ഞു, ഇയാളുടെ ശല്യം എത്ര പ്രാവശ്യം ആരോടൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ വലിയ വാചകം പറയുന്ന ഈ നേതാക്കന്മാരാരും അന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസ് പാർട്ടി എന്നല്ല, ഏതു പാർട്ടിയിലും സ്ത്രീകളുടെ പരാതിക്ക് പുല്ല് വിലയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരു പക്ഷേ CPM കുറച്ചുകൂടെ ഈ കാര്യങ്ങളിൽ ഒരു സിസ്റ്റം, ഒരു പരാതി വന്നല്ലാതെ പരാതി അന്വേഷിക്കാനുള്ള സംവിധാനം അവർക്കുള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടി ഗൗരവമായി കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതുപോലും ശശികുമാറിൻ്റെ കാര്യത്തിൽ അവസാനം നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തതെന്നുള്ളത് വാസ്തവം. പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽമാർ വളരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളെ ആദ്യം തന്നെ ഗൗരവത്തിൽ കാണാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് ഈ പരാതി പറയുന്നത് 2 വർഷം മുമ്പാണ്. അതിനുശേഷമാണ് പാലക്കാട് അരിയിട്ട് വാഴിക്കാൻ നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയത്. അങ്ങനെയാണ് പാലക്കാട് നിന്ന് ജയിപ്പിച്ചത്. അതിനു മുമ്പ് ഇയാൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് 1-2 പരാതികൾ ഉണ്ടായത്. ഈ പരാതികളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വലിയ വർത്തമാനം പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇങ്ങനെ സ്ത്രീകൾക്കെതിരായ പരാതിയെ പുല്ലുവിലയോടെ കാണുന്ന, അത് സാരമില്ല ചില അബറേഷൻസ് ആണ് എന്ന് പറയുന്ന ഒരു രീതി, ഒരു സംവിധാനം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, സത്യത്തിൽ പൊതുസമൂഹത്തിനുണ്ട്. ഇത്തരം പരാതികളെ ഗൗരവമായി കാണാതിരിക്കുക എന്നുള്ളത് അത് അവസാനിപ്പിക്കാനുള്ള ഒരു കാലം കൂടിയാണിത്. ഒരു കാരണവശാലും ഇത്തരം പരാതികളെ ഗൗരവമായി കാണാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി മാറിപ്പോകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിസംബർ 4 കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വാട്ടർഷെഡ് മൂവ്മെൻ്റായി മാറട്ടെ. ഓക്കെ.
ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ തയ്യാറല്ല. അയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോവുകയാണ്. നമ്മൾ ഈ വിധിന്യായം വായിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി ഇതിൽ പറയുന്നത് ഇതൊരു സീരിയസ് ഗ്രേവ് ഒഫൻസ് അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട്. പ്രത്യേകിച്ച് ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി അയാൾ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. അയാളുടെ ഫോൺ പിടിച്ചെടുക്കണം. അയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തെളിവുകൾ ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ടല്ലോ. അപ്പോൾ ഇയാൾ MLA സ്ഥാനത്ത് തുടരുന്നത് വീണ്ടും പാർട്ടിക്ക് ക്ഷീണമായി മാറില്ലേ? ആ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് KPCC അധ്യക്ഷൻ. അയാൾ ആണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മതിയോ? അയാളെ കൊണ്ട് രാജി വെക്കണ്ടേ? കോൺഗ്രസ് എന്തിനാണ് ഇതുവരെ വെയിറ്റ് ചെയ്തതെന്നറിയോ? ആനിവേഴ്സറി വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത്തെ ആനിവേഴ്സറിനെ പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം MLA ആയിട്ട് ഒന്നാമത്തെ ആനിവേഴ്സറി, കാരണം ഇന്നലെയാണെങ്കിൽ അത് പറ്റുമല്ലോ, ഇന്ന് തന്നെ അത് ആനിവേഴ്സറി പുറത്താക്കാൻ വേണ്ടി. എന്തൊരു കഷ്ടമാണെന്ന് ഇത്, വളരെ കഷ്ടമാണ്. ഇപ്പം എന്താ പറയുക, ക്രിമിനൽ സ്വഭാവമുള്ള പരാതി കിട്ടിയില്ല. എന്ത് വിചിത്രവാദമാണ്. ക്രിമിനൽ സ്വഭാവമുള്ള പരാതി, എന്തുകൊണ്ടാണ് ക്രിമിനൽ സ്വഭാവം പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അറിയോ? ഇന്നും പുറത്താക്കിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം കൂടി തീ വെച്ചിട്ട് പുള്ളി പോയേനെ. കാരണം മുങ്ങിത്താഴെയാണ്. ഇനി ഞാൻ കൈവിട്ടില്ലെങ്കിൽ എന്നെയും കൂടെ വലിച്ച് ഉള്ളിൽ കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ് ആ കൈവിട്ടത്. അതുവരെ പിടിച്ചു വെച്ചു. മുങ്ങിത്താഴാൻ പോകുന്ന ആളുടെ ഒരു കൈ കൊടുത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഇനി നിന്നാൽ ഇനി എന്നെയും കൂടെ വലിച്ച് ഉള്ളിലേക്കിടും, അതുകൊണ്ട് വിട്ടു, ഇനി പോയിക്കോട്ടെ എന്നുള്ളതാണ്. സംരക്ഷിക്കാവുന്നതിൻ്റെ മാക്സിമം സംരക്ഷിച്ചു വന്നേ. ഇനി എന്തെന്നാ അതിന് ഞാൻ പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മറ്റുള്ള കേസ് പോലെയല്ല. അങ്ങനെ ഞാൻ തീവ്രത കുറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് വലിയ ക്രിമിനൽ കുറ്റാന്നേ. 1, 2, 3 അല്ലല്ലോ. നമ്മൾ അന്ന് തുടങ്ങി പറയുന്ന ഒരു കാര്യമുണ്ട്. റിപ്പോർട്ടർ TV വാർത്ത ബ്രേക്ക് ചെയ്ത് അന്ന് രാത്രി മീറ്റ് ദ ടേസ്റ്റ് പറയുന്നത് 1, 2, 3 അല്ല. ഇത് ചെറിയ കാര്യമല്ല. കാരണം ആ സമയത്ത് നമ്മളെ എല്ലാവരും ഈ സൈബർ കൂട്ടങ്ങളെല്ലാം കൂടി ഒന്ന് ആക്രമിക്കുകയായിരുന്നു അല്ലേ? വലിയ രീതിയിൽ ആക്രമിച്ചു. എന്തിനാ പറഞ്ഞത്? ഒറ്റ കാര്യം പറഞ്ഞു, 1, 2, 3 അല്ല എന്ന് പറഞ്ഞ കാരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ പരാതി വന്നു, ഒന്നാമത്തെ പരാതി കഴിഞ്ഞു, രണ്ടാമത്തെ പരാതി വന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയിൽ FIR ഇട്ട് കഴിഞ്ഞു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര പൈശാചികമായിട്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യുന്നു. ആലോചിച്ച് നോക്കിക്കേ. ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യാൻ പറ്റിയ കാര്യമാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നേ വരെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. ഇങ്ങനെ ഇത്ര ബ്രൂട്ടലായി, ഇത്രയായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്തി, അത് കഴിഞ്ഞിട്ട് അടുത്തയാളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ഇതെന്ത് ശൈലിയാണെന്നേ. ഇദ്ദേഹം എവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്താണ്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പോസ്റ്റിലിരുന്ന ആളാണ് ഈ പറയുന്നത് അല്ലേ? ആ അധ്യക്ഷൻ്റെ പോസ്റ്റിൽ ഒരു പരാതിനെ തരുമ്പ് കണ്ടാൽ ഇറങ്ങി പുറത്ത് വിടണ്ടായിരുന്നോ? തരുമ്പ് കണ്ടാൽ മതി. കാരണം ആ പോസ്റ്റ് അത്ര ബഹുമാനത്തോട് കോൺഗ്രസ്സുകാർ കാണായിരുന്നു. ആ പോസ്റ്റിൻ്റെ വലിപ്പം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അന്നേരം പൊതിച്ചോറിൻ്റെ കുറ്റം പറയാൻ പോയി അല്ലേ? ആ സമയത്ത് പോയത് പൊതിച്ചോറിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ സംരക്ഷിക്കാവുന്ന അത്രയും സംരക്ഷിക്കുമെന്ന് വരുത്തി തീർക്കാൻ. കാരണം അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ? യുവാക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ടേ എന്നാണ്. ഇതെന്ത് സപ്പോർട്ടാണ് യുവാക്കൾക്ക് വേണ്ടി? ഇതാണോ സപ്പോർട്ട്? കാരണം ഈ യൂത്ത് കോൺഗ്രസിലും വരുന്ന വനിതാ നേതാക്കന്മാരോട്, വനിതാ പ്രവർത്തകരോട് ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നോ? ഇതുപോലെയുള്ള ആളെ സംരക്ഷിച്ചിട്ടാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലൊരു സത്യാവസ്ഥ കാണാമായിരുന്നു. എന്താണ് ക്രിമിനൽ സ്വഭാവമുള്ള പരാതി എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? അതല്ലല്ലോ വേണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, കോൺഗ്രസ്സുകാരോട് പറയുന്നത് കോൺഗ്രസ്സുകാരോടുള്ള വിദ്വേഷം കൊണ്ടല്ല എന്നുള്ളത് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കുക. നിങ്ങൾക്കെതിരെ പരാതി വരുന്ന സമയത്ത് അത് കോൺഗ്രസ്സുകാരെന്നുള്ളതല്ല, ആർക്കെതിരെയും പരാതി വരുന്ന സമയത്ത് ആ പരാതിയുടെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു നേതാവിരുന്ന് നോക്കി പഠിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ആദ്യം കോൺഗ്രസ്സുകാർ പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ച നേതാവിൻ്റെ പേര് BD സതീശൻ എന്നാണ്. അദ്ദേഹം അത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. 1 അല്ല 2 അല്ല 3 അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. കോൺഗ്രസിൻ്റെ ഉള്ളിലും കോൺഗ്രസിൻ്റെ പുറത്തും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലെ ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ ഈ വെട്ടിക്കുളിക്കോട്ടം വന്നിട്ട് തകർത്ത് തരിപ്പടാക്കിയില്ലേ? കാരണം ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? പല പത്രസമ്മേളനങ്ങളും ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ തൊണ്ടയേറിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? അത് CPM-മാരുടെ അറ്റാക്ക് കൊണ്ടല്ല, അത് BJP-ക്കാരുടെ അറ്റാക്ക് കൊണ്ടല്ല. കോൺഗ്രസ് നേതാക്കന്മാർ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ച റൂമുണ്ടല്ലോ, ഈ പറഞ്ഞ റൂമുകളിൽ കൂടി ഇരുന്നിട്ട് സൈബർ കൂട്ടങ്ങളിരുന്ന് ചെയ്ത പണിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയുള്ള ഓരോ ടീമുകളുടെ ആൾക്കാരായിട്ടാണ്. എന്താ റീൽ സംഘം എന്ന് പറഞ്ഞിട്ട്? റീൽ സംഘം എന്ന് പറഞ്ഞത് ഇന്നും ഇല്ല എന്ന് പറയുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ 85% നേതാക്കന്മാർ പറയുന്നു റീൽ സംഘമുണ്ട്, ഇവരാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, ഇവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മോശക്കാരാക്കുന്നത്. ഇന്നും പല ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിയൊക്കെ നിങ്ങൾ. ഇന്നും പല ഗ്രൂപ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് 2 കാര്യങ്ങളാണ്. ജിമ്മി സാർ പറഞ്ഞ പോലെ, ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഈ നാടിന് വലിയ വിപത്താവേണ്ട റീൽ സംഘം ഒതുങ്ങി. അതാണ് സംഭവം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നിട്ട് തലങ്ങും വിലങ്ങും ചീത്തകളും മോശമായ വർത്തമാനങ്ങളും ആൾക്കാരെയും കുട്ടികളെയും പെൺകുട്ടികളെയും അച്ഛനെയും അമ്മേനെയും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടവന്മാരൊക്കെ പെട്ടിയിലടച്ച് വീട്ടിൽ കയറി.
ഒരാൾക്കും ഇപ്പോൾ ഒന്നും പറയണ്ടല്ലോ, ഒരാൾക്കും പറയണ്ട. അത് പറഞ്ഞുകൊണ്ടിരുന്നവൻ ജയിലിൽ പോയി. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? 130 140 കേസ് എൻ്റെ പേരിലുണ്ട്, എനിക്കൊരു ചുക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന യൂട്യൂബർമാരുണ്ടായിരുന്നു കേരളത്തിലില്ലേ? എന്താ യൂട്യൂബർമാർ മിണ്ടാത്ത? ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ വരെ രാഹുൽ ഗാന്ധി ന്യായീകരിച്ച് പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതി, നിങ്ങൾ പരാതി കാണിക്കുക. കുട്ടിയെ കാണിച്ചുകൊണ്ടാ, ഏത് സ്ത്രീയാണ് പീഡിപ്പിച്ചത് കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകരെ മുഴുവൻ, ഈ സമരത്തിൽ മാത്രമല്ല കേരളത്തിലെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയില്ലേ? ആ ആട്ടിയ സമയത്ത് ഒരാൾ പോലും വന്നിട്ട് സപ്പോർട്ട് ചെയ്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പേടി, ഈ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ പേടിച്ചിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആര് നീതി വാങ്ങിക്കൊടുക്കുമായിരുന്നു? ആരെങ്കിലും നീതി വാങ്ങിക്കൊടുക്കുമോ? ഈ വാർത്ത ഒരു സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ നിർത്തിയിരുന്നില്ല, പല മാധ്യമങ്ങളും നിർത്തിയല്ലോ. പല മാധ്യമങ്ങളും ഈ വാർത്ത രണ്ടാമത് പൊന്തി വന്ന് ഒരു ദിവസം മൊത്തമായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തൊട്ടിട്ടില്ല, ഒരു ദിവസം മുഴുവൻ. എന്തുകൊണ്ടാണ് തൊടാത്തത്? ഇത് ഒതുങ്ങിപ്പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അന്നേരം പറയുന്നത് എന്താ അറിയോ? അന്നേരം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രശ്നം ഒതുങ്ങുകയും സ്വർണ്ണക്കടത്ത് പൊന്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സ്വർണ്ണക്കടത്ത് പൊന്തി വരണം, ഈ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം പൊന്തി വരണം. അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്, അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. പക്ഷേ എന്താ സംഭവിച്ചത്? കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള മാധ്യമപ്രവർത്തനം മുഴുവൻ തലങ്ങും വിലങ്ങും വിട്ട് അറ്റാക്ക് ചെയ്തു. ആരാ അറ്റാക്ക് ചെയ്തത്? ഈ പറഞ്ഞ റീൽ സംഘത്തിൻ്റെ നേതാക്കന്മാരല്ലേ? റീൽ സംഘം പൈസ കൊടുത്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്യിക്കുന്നത്. അതെങ്ങനെയാണ് കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നത്? കോൺഗ്രസ് പോലെ അടിത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതെന്തുകൊണ്ട് ഇന്നും ചർച്ച ചെയ്തില്ല? അതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഈ ഒറ്റ കേസ് കൊണ്ട് അത് ഒതുങ്ങുന്നത് മാത്രമല്ല, കോടതിക്ക് ധൈര്യം വന്നു. കോടതി തൻ്റെ അടുത്തോട് തീരുമാനമെടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് രാഹുൽ ഈശ്വർ ജയിലിലല്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ഈ IT ആക്ടിൽപ്പെട്ട സാധാരണ ഒരു കേസിൽ എന്താണ് അന്നത്തെ ദിവസം ജാമ്യം കിട്ടുന്ന കേസല്ലേ എന്ന് പറയുന്നത് നേരെ കൊടുത്ത് ഹാജരാക്കുന്നു, ജാമ്യം മേടിച്ച് പുറത്ത് വരുന്നു, പിറ്റേ ദിവസം രാവിലെ തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട യൂട്യൂബർമാർ ചെയ്ത പണിയാണ് ഇപ്പോഴും, അല്ലേ? 140 150 കേസുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇന്ന് ജാമ്യം കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നാളെയും വന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കെതിരെ പറയുന്നത്? കേരളത്തിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കെതിരെയാണ്. വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൊണ്ട് കേരളത്തിൽ ഒരു ഗുണമുണ്ടായി. എന്താണെന്നറിയോ? ഇതുപോലെയുള്ള പീഡകന്മാർക്ക് പേടിയുണ്ടാവും. ഇനി ചെയ്യാൻ പേടിയുണ്ടാവില്ലേ? ഒരാൾക്ക് പേടി. ഒരു രാഷ്ട്രീയക്കാരനും എനിക്ക് ഉറപ്പുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനും ഒരാളോട് മോശമായി സംസാരിക്കുമ്പോൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഓർക്കൂലേ? കാരണം എന്താ? ആ ഓർക്കാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന വലിയ രീതിയിൽ അറ്റാക്കാണ്. ഇത് മാധ്യമങ്ങളുടെ അറ്റാക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങളുടെ അറ്റാക്കാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള അറ്റാക്കല്ല. കേരളത്തിലെ ജനങ്ങൾ, ഓരോ വീട്ടിലുള്ള സ്ത്രീകളും അമ്മമാരും ഈ വൈകുന്നേരങ്ങളിൽ വാർത്ത കണ്ടിരുന്നിട്ട് എന്താണ് ഇവൻ ചെയ്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ അവസാന നിമിഷം വരെ കോൺഗ്രസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തല്ലോ, അവസാന നിമിഷം വരെ. എന്തിനാ ഇന്ന് ഇത് ജാമ്യം തള്ളുന്നത് വരെ കോൺഗ്രസ് മനസ്സിലാക്കിക്കോ? ജാമ്യം തള്ളുന്നത് വരെ വെയിറ്റ് ചെയ്തെന്തിനാ? ജാമ്യം തള്ളുന്നത് വരെ. തള്ളിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പുറത്താക്കുമോ? ഈ ജാമ്യം തള്ളിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ എന്താ സംഭവിക്കുക? കേരളത്തിൽ പുറത്താക്കില്ലായിരുന്നോ? അവരെ സംരക്ഷിക്കാനേ. അപ്പോൾ ഈ പരാതി ഇല്ലാതാവുമോ? അല്ലെങ്കിൽ വല്ല ഇല്ലാതാവൂലല്ലോ. അപ്പം ഇതെന്താണ്? നിങ്ങൾ നേതാക്കന്മാർ, കേരളത്തിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് നേതാക്കന്മാരില്ലേ, കോൺഗ്രസ് പ്രവർത്തകരില്ലേ, താഴെത്തട്ടിൽ അണികളില്ലേ, ഈ പറഞ്ഞ എന്താണ് 1000 സംതിങ് പഞ്ചായത്തുകൾക്ക് മെമ്പർമാർ കോൺഗ്രസിനെ മത്സരിക്കുന്നില്ലേ? ഇവരെല്ലാം അടിത്തട്ടിൽ ഓരോ വീട്ടിലും പോയിട്ട് മിണ്ടാട്ടമില്ലാതെ ഇറങ്ങി വരേണ്ട അവസ്ഥ എത്തിച്ചില്ലേ? ഇത് 3 മാസം മുന്നേ ഈ പറയുന്ന VD സതീശൻ പറഞ്ഞല്ലേ? 3 മാസം മുന്നേ പറഞ്ഞാണേ. 3 ആഴ്ച മുന്നേ, 3 ദിവസം മുന്നേ അല്ല, 3 മാസം മുന്നേ. ഇത് നിയമസഭാ ഇലക്ഷന് പ്രശ്നമാവും, ഇത് പഞ്ചായത്ത് ഇലക്ഷന് പ്രശ്നമാവും, ഇത് നിങ്ങൾ ഇതുകൊണ്ട് ഇപ്പം തന്നെ പുറത്തിറക്കും. കേട്ടില്ല. അപ്പോൾ അതുകൊണ്ടെന്താണ് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ 100% ഇനി എന്താണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഇനി ഒന്നും പറയാനില്ല കേട്ടോ. കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാനില്ല. ഇനി രാജിവെക്കണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സൗകര്യമുണ്ട്, രാജിവെച്ചോ വെക്കാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് അതിനുവേണ്ടി ഇനി രാജിവെക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ പോകേണ്ട കാര്യമില്ല. കോൺഗ്രസ് ചെയ്യേണ്ട. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ 3 മാസം മുന്നേ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ ഈ അവസാന നിമിഷം കൊണ്ടിട്ട് നിങ്ങളുടെ പേരും വരെയും കളയുന്നത് വരെ നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 4 നേതാക്കന്മാരോ 5 നേതാക്കന്മാരോ ഒന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അതോടുകൂടി അവസാനിക്കേണ്ട കേസ് നിങ്ങൾ എന്ത് ചെയ്തു? പല ആൾക്കാരും പല സൈഡിലും, പല വീട്ടിലും, പല ഓഡിറ്റോറിയത്തിലും ഇരുന്ന് പത്രസമ്മേളനം നടത്തി ഇതിന് അവിയൽ പരിവാക്കി. അതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഒറ്റ പത്രസമ്മേളനത്തിൽ അവസാനിക്കേണ്ട കേസിനാണ് ഇത്രയും ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് കേരളം, അല്ലേ? ഇനി ആകെ 2-3 ദിവസങ്ങളാണുള്ളത്. ഇനിയിപ്പോൾ ഈ അറസ്റ്റായി, ബഹളായി, റിമാൻഡായി, അതിനോടുകൂടി ഇത് അവസാനിച്ചു. പക്ഷേ എന്താണ് ഇതുണ്ടാക്കിയ ഡാമേജ് ഉണ്ടല്ലോ. ഈ പറയുന്ന ഡിസംബർ 4 ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാരെ
കോൺഗ്രസ്സുകാരായ സാധാരണക്കാരെ പ്രവർത്തനത്തിൽ വീണ വലിയൊരു മുറിവാണ്. ഈ മുറിവുണ്ടാക്കിയത് കോൺഗ്രസ്സുകാർ, CPM-മാരോ BJP-ക്കാരോ ആരുമല്ല, കേരളത്തിലെ സാധാരണക്കാരോ അല്ല, അത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചർച്ചയൊക്കെ കാണുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട പണി എന്താ അറിയോ? നിങ്ങൾ ഇത്രയും നാൾ പ്രവർത്തിച്ച പ്രസ്ഥാനമല്ലേ, ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ഇനി ഒറ്റ കൊടുക്കരുത്. ഒരു ദിവസം മുന്നേ ഇത് ഈ MLA സ്ഥാനം രാജിവെച്ചിട്ട് ആ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ വളരാൻ വിടുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇടവേള കൂടി വേണം. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരും മുമ്പ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച ഒരു കാര്യത്തിലുള്ളൊരു എൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. പോലീസിന് ഇക്കാര്യത്തിൽ എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല സ്മൃതി. 8ാം ദിവസമാണ്, പക്ഷേ 7 ദിവസവും അയാൾ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ്. കേരള പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ അങ്ങ് ഹോസ്ദുർഗ് അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. അതിൽ കർണാടക ഉൾപ്പെടുന്നില്ല. അപ്പോൾ തമിഴ്നാട് പോയപ്പോൾ തമിഴ്നാട് പോലീസിന് സഹായം തേടിയിരുന്നല്ലോ. പോലീസ് എത്തുന്നതിന് മുൻപ് കർണാടകയിലേക്ക് പോയത് കർണാടകയിലെ ഒരു യുവ നേതാവിന്റെ യൂത്ത് നല്ല മറുപടിയായി കേട്ടോ. കാരണം കേരള പോലീസിന് കേരളം വിട്ട് അങ്ങോട്ടേക്ക് ഒരു സ്ഥലത്തും തെരച്ചിൽ നടത്താനുള്ള കഴിവില്ല എന്നുള്ളതല്ല. ഒരു സംസ്ഥാനത്ത് അധികാരമുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു യുവ നേതാവ് എന്ന് പറയുന്ന ഒരു സെക്ഷൽ പ്രെഡേറ്ററെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ കപ്പത്തോട്ടത്തിനിടയിലൂടെയും അവിടുത്തെയുള്ള തോട്ടങ്ങളിലൂടെയും ഓടുകയായിരുന്നു. ഇന്ന് പിടിച്ചിരിക്കുന്നത് 2 പേരെ, ഒരാൾ ബോസും ഒരാൾ സഹായിയും. 2 പേരും അയാൾ കൊളിസ്ഥാപനങ്ങൾ ഒഴിച്ചു കൊടുത്ത ആളാണ്. കിട്ടുന്ന വിവരമനുസരിച്ച് കർണാടകയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ വലയത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തിറങ്ങിയാൽ കേരള പോലീസ് പൊക്കിയ ചരിത്രമുണ്ട് കേരള പോലീസിന്. വെണ്ടിച്ചോറ് മുതൽ ഇങ്ങോട്ട് ഗോവിന്ദച്ചാമി വരെ പൊക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള പേട്രണേജ് കൊടുക്കാതിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് കർണാടക സർക്കാർ. ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലഭിച്ചിരിക്കുന്ന പിന്തുണ മുഴുവൻ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിലാണ്. അത് തന്നെയാണ് കേരളത്തിൽ മുങ്ങിയത്. എപ്പോഴാണ് പൊതുപരിപാടിയിൽ നിന്ന് മാറുന്നു, അയാൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു. എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു പറയുക? നിലവിൽ വന്നിരിക്കുന്നതനുസരിച്ച് FIR ഇട്ട് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് മുങ്ങുകയാണ്. അതിനുശേഷം അയാൾ കർണാടകയിൽ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഈ കേരള പോലീസിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ. FIR ഇടുന്നതിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. FIR ഇട്ട് കഴിഞ്ഞ് കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് അയാൾ മുങ്ങുന്നത്. അയാൾ എവിടെ നിന്ന് പോയി, എങ്ങനെ പോയി എന്നുള്ള വിവരങ്ങൾ ഇനി പിടിച്ചു കഴിയുമ്പോഴാണ് ബാക്കി വരിക. ആരുടെയൊക്കെ സഹായം, ഒരു നടിയുടെ കാറടക്കമുള്ളവയുണ്ട്, മുതിർന്ന നേതാക്കളുടെ സഹായം കിട്ടും അറിയണം. പക്ഷേ കർണാടകത്തിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ മകൻ്റെ സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്ന ബോസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് പൊളിറ്റിക്കൽ കണക്ഷൻ അതിന് പിന്നിലുണ്ട്. അതാണ് എനിക്ക് അതിനുള്ള കർണാടകയിലാണ് അയാൾ കഴിഞ്ഞിരിക്കുന്നത്. ജിമ്മി, കർണാടകയിൽ ഇൻഫ്ലുവൻസ് എന്തിനാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്? ഇപ്പോഴും സുള്ളിയിലും ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബംഗളൂരുവിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ അയാളുണ്ട്. അയാൾക്ക് അവിടെ ആരുടെ സ്വാധീനവും ആരുടെ സംരക്ഷണവുമാണ് കിട്ടുന്നത്? ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തൽക്കാലം ഞാൻ ഉത്തരം പിടികിട്ടുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് അറസ്റ്റിലാവുന്നു, എവിടെ നിന്ന് പിടികൂടുന്നു എന്നതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് MLA സ്ഥാനം രാജിവെക്കണം. 8 ദിവസമായല്ലോ. MLA സ്ഥാനം 8 ദിവസമായല്ലോ. 8 ദിവസമായി. എങ്ങനെയാണ് നിങ്ങളൊരു നേതാവിനെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനം തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാന്നേ. പക്ഷെ ഗോവിന്ദചാമിക്ക് അതില്ല, ബണ്ടിച്ചോറിന് അതില്ല. പക്ഷേ ഇവിടെ ഈ പെർവേർട്ടിന് ഒരു പൊളിറ്റിക്കൽ സ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനമാണ് ഇതാ ഈ നിമിഷം വരെയും. അതുകൊണ്ടാണ് ഇതിനകത്ത് കോൺഗ്രസിന് വലുതായിട്ട് അഭിമാനിക്കാനില്ല എന്ന വാദമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അഭിമാനിക്കുന്നുണ്ടല്ലോ, ഇത് മാതൃകാപരമായ തീരുമാനമാണ്. നിയമസഭയിൽ 2 MLA ഇരിപ്പുണ്ട്. എന്താ തീരുമാനം? എൽദോസ് കുന്നപ്പള്ളി റേപ്പ് കേസിലെ പ്രതി, അക്യൂസ്ഡ് അല്ലേ. മറ്റേ 2ാമത്തെ MLA പേര് വിൻസെന്റ്, കോവളത്തു നിന്ന് വന്നതാ. ആരോപണം ഉയർന്നതിന് ശേഷവും സീറ്റ് കൊടുത്തു. ഇതാണോ കോൺഗ്രസിന്റെ തീരുമാനം? അപ്പോൾ റേപ്പിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പാർട്ടി യാതൊരു പരിഗണനയും നൽകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി എവിടെ ഇരിക്കുക? എങ്ങനെയാണ് അവിടെ വിൻസെന്റ് ഇരിക്കുക? ഈ 2 പേരെയും നിയമസഭയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷവും മറുപടി പറയണം. പക്ഷേ മുകേഷ് പാർട്ടി മെമ്പർ അല്ല. അയാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്രനാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ 3 പേരും കൂടി ചേർന്നിരിക്കുന്ന ഒരു സമവായമായത്.
എന്താ ഈ MLA സ്ഥാനം രാജിവെച്ചാൽ അയാളെ കുറ്റവിമുക്തനാക്കൽ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു ഒത്തുതീർപ്പ് രണ്ട് പാർട്ടികൾക്കുണ്ട്. ഇല്ല, അതുകൊണ്ടാണല്ലോ MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്ന് പറയുന്നില്ല. ഇപ്പോഴും പറയുന്നത് എന്താണ്, അയാൾ ഈ സ്ഥാനം, അതായത് ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറി രാജിവെക്കണോ വേണ്ടോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ്. രാജിവെക്കുന്നതാണ് നല്ലതെന്നുള്ളതാണോ? നോക്കൂ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാൾ പിന്മാറി. അയാളുടെ രാജി എഴുതി ചോദിച്ചു വാങ്ങിയിട്ടില്ല ഇപ്പോഴും. കാര്യം ഈ ഫോർമുല ഇവിടെ കിടക്കുക. രാജി ചോദിച്ചു വാങ്ങിച്ചാൽ നാളെ ഇതേ കാര്യം എൽദോസ് കുന്നപ്പള്ളിക്ക് ബാധകമാവും. ഇതേ കാര്യം ആർക്ക് ബാധകമാകും? വിൻസെന്റിന് ബാധകമാകും. ഇത് രണ്ടും ബാധകമാകാത്തതുകൊണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ അത്ര വലിയ അഭിമാനം ഇന്നത്തെ തീരുമാനത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരാതി ആദ്യമായിട്ടാണോ കിട്ടുന്നത്? ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിൽ തിരിച്ചാണ് വിധിയുണ്ടായിരുന്നതെങ്കിൽ പാർട്ടി പുറത്താക്കുമായിരുന്നു. എന്തിനാണ് ഇത്ര വൈകിപ്പിച്ചത്? ഈ കോടതി വിധിക്ക് കാത്തതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പാർട്ടി എന്താ കരുതുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നാണോ? ആരുടെയൊക്കെ പരാതി കിട്ടി? ഷഹനാസ് പറയുന്നത് കേട്ടില്ലേ? അങ്ങ് ഡൽഹിയിൽ സമരത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്തുകൂടായിരുന്നോ എന്ന മെസ്സേജ് അയച്ചപ്പോൾ അതിനകത്തെ അപകടം മണത്ത ഷഹനാസ് ഷാഫി പ്രമിലെടുത്തല്ലേ ഈ കാര്യം പറഞ്ഞത്? അതിനുശേഷമല്ലേ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി മാറ്റുന്നത്? ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസിലെ MP-യുടെ വീട്ടിൽ സംഭവിച്ച കാര്യം പാർട്ടിയുടെ നേതൃത്വത്തിന് അറിയാമായിരിക്കുമ്പോഴല്ലേ ഇയാളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട്ടേക്ക് എഴുന്നള്ളിക്കുന്നത്? അവിടെ എത്ര പേര് പറഞ്ഞു ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളത്? പാലക്കാട് DCC തന്നെ പറഞ്ഞതല്ലേ? എന്നിട്ട് ആരുടെ താല്പര്യമായിരുന്നു? ഈ പരാതികൾ KSU കാലം മുതൽ ഇയാൾക്കെതിരെയുള്ള പരാതി പ്രവാഹമായിരുന്നു. ആ പരാതികളെല്ലാം എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഇയാളെ ഒരു അരാഷ്ട്രീയ കൊട്ടേഷൻ ഗുണ്ടയാക്കി വളർത്തി ഒരു സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഒരു പ്രഡേറ്ററാക്കി മാറ്റിയതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഗത്യന്തരമില്ലാതെയാണ്. കാര്യം ഈ പ്രഡേറ്ററിനെ ഇനി ഇന്ദിരാഭവനിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒറ്റ സാഹചര്യത്തിൽ മാത്രമാണ് ആ തീരുമാനമെടുത്തത്. കാരണം അവിടുത്തെ സ്ത്രീകൾ ചൂലുമായിട്ട് ഇറങ്ങും. ആരൊക്കെയാ ഈ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ? ആദ്യഘട്ടത്തിൽ ഈ ഒരു തെളിവിൻ്റെയും കണിക പോലും ഇല്ലാതെ പെൺകുട്ടികൾ ഒരുമിച്ച് വന്ന് പറഞ്ഞില്ലേ ഇയാളെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം. അവരെ ഈ സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കുകയില്ലേ ഈ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തത്? ആ തീരുമാനം പുല്ലുവിലയല്ലേ കൊടുത്തത്? പുല്ലുവില. കേരളത്തിലെ സ്ത്രീകളുടെ പ്രതികരണത്തിന്, കേരളത്തിലെ വനിതാ നേതാക്കളുടെ പ്രതികരണത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? എന്നിട്ട് UDF കൺവീനർ എന്താ വന്ന് പറഞ്ഞത്? ആ ശബ്ദരേഖ ആണോ എന്നുള്ളതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീലമായ പരാമർശമായിരുന്നില്ലേ അത്? ഇപ്പോൾ ആ അടൂർ പ്രകാശിന് UDF കൺവീനർ തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യമല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ അധികമൊന്നും തന്നെ അഭിമാനിക്കാനില്ല എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഞാൻ അയാളെ ഒരു രാഷ്ട്രീയ നേതാവായി കണ്ടിട്ടേ ഇല്ല. കാരണം അയാൾ അടിമുടി എപ്പൊളിറ്റിക്കലായ അരാഷ്ട്രീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്ഷൽ പ്രെഡേറ്റർ മാത്രമാണ്. രാഷ്ട്രീയം അയാൾക്ക് ആ സെക്ഷൽ പ്രെഡേറ്ററായിട്ടുള്ള അയാളുടെ ക്രിമിനൽ ബുദ്ധിക്ക് വിളയാടാനുള്ളൊരു ഇടം മാത്രമായിരുന്നു. ഇയാൾ ഇതല്ല. ഇയാൾ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ ബിസിനസ്സിലും ഇത് സംഭവിക്കുമായിരുന്നു. അതതിൻ്റെ ഒരു മറ മാത്രമാണ്. ഇയാൾ രാഷ്ട്രീയമായി ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്ന എന്താ? പിണറായി വിരുദ്ധതയും മാർക്സിസ്റ്റ് വിരുദ്ധതയും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കെല്ലാം മാർക്സിസ്റ്റ് വിരുദ്ധതയുണ്ട്. അത് വളരെ കൃത്യമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനെ നിശ്ചയിച്ചിരുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിവിടുത്തെ സാമൂഹിക ബന്ധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലാൻഡ് റിഫോം മുതൽ ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ടുള്ള പദ്ധതികളുടെ ഉപഭോക്താക്കളായവർ, അതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലാതായി മാറിയവർ, കാലാകാലങ്ങളിലായിട്ട് അത്തരത്തിലുള്ള ചിന്തകൾ വെച്ച് പുലർത്തിയിരുന്ന മനുഷ്യരൊക്കെ കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധരെ മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണ കോൺഗ്രസിന് എല്ലാ കാലത്തും കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ആ കോൺഗ്രസ് നേതാക്കൾ ആരും അന്ധമായ രീതിയിലുള്ള ഏതെങ്കിലും നേതാവിനോടുള്ള വിരുദ്ധത കാണിച്ചവരല്ല. തിരിച്ചും കാണിച്ചിട്ടില്ല കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പിണറായി വിജയനാണെങ്കിലും ശരി, തിരിച്ച് കരുണാകരൻ്റെ കാര്യത്തിൽ നയനാരാണെങ്കിലും ശരി, അങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ കോവാല പോവാത്ത എന്ന് വിളിച്ചത് നേതാവല്ല, അണികളാണ്. അണികളിൽ നിന്ന് വിളിക്കും. പക്ഷേ നേതാക്കൾ ആ കാര്യം കോവാലിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന പരിപാടിയില്ല. ഇവിടെയാണ് ഡോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് 32-33 വയസ്സുള്ള ഒരു യുവ നേതാവ് വന്ന് പ്രസംഗിക്കുന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ചെറുവിരലനക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇവിടെ പിണറായി വിജയനെതിരെ സമരം ചെയ്യാൻ പോകുന്നത്. ഞാൻ പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്നതിനെ കുറിച്ചല്ല, അതിന് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പക്വതയും പ്രതികരണത്തിലെ ഉള്ളടക്കവും ഈ മനുഷ്യന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വാളയാറിൽ സമരം ചെയ്യുന്ന ഒരു അമ്മയുമായിട്ട് പോയി കണ്ട കൂടിക്കാഴ്ച മുതൽ ഇങ്ങോട്ട് എത്രയെത്ര ഇൻസ്റ്റൻസസ് എടുത്ത് പറയാൻ കഴിയും. അപക്വമായ എത്രയോ നിലപാടുകളിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോയത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമായിരുന്നു ഈ പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കാര്യം. അവിടെയാണ് ആ മനുഷ്യൻ്റെ മുഖം മൂടി പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീണത്. യൂത്ത് കോൺഗ്രസിന് ഒരു ദിവസം 47,000-ലധികം പൊതിച്ചോറുകൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ DYFI എന്ന പ്രസ്ഥാനം വിതരണം ചെയ്യുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അംഗീകരിച്ച വിഷയത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡിവൈഎഫ്ഐ പരിഹസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ? വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഡിവൈഎഫ്ഐയുടെ മറവിൽ നടക്കുന്ന അനാശാസ്യമാണെന്ന്. വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരത്തിന് അത് കൊടുക്കുന്ന ആളെന്നറിയില്ല, സ്വീകരിക്കുന്നത് ആരെന്നറിയില്ല. വിശപ്പുള്ള മനുഷ്യർ ആ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. അത് കൊടുക്കുന്നയാൾക്ക് ഒരു നേട്ടവുമില്ല. ആ വിശപ്പ് മാറുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലർന്നൊരു അനുഭവമല്ലാതെ അതിനൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഏറ്റവും മികച്ച യുവജന സംഘടനകളുടെ പരിപാടികളിൽ ഒന്ന് തന്നെയാണ് ഈ പൊതിച്ചോറ്. അതിന് രാഷ്ട്രീയ ഭേദം ഇന്നേ തന്നെ അംഗീകരിക്കേണ്ട വിഷയമാണ്. അതിനെ അനാശാസ്യം നടക്കുന്നു അതിൻ്റെ മറവിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ചെറുപ്പക്കാരൻ ഏറ്റെടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, വയനാട്ടിലെ ഈ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി. എന്തായി വയനാട്ടിലെ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി? ഒരു വീട് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ വയനാട്ടിലെ ഒരു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അവിടുത്തെ സാധാരണക്കാരുടെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പോയപ്പോൾ പൂത്ത റൊട്ടി കൊടുത്തു എന്ന പേരിൽ വിവാദമുണ്ടാക്കിയ മഹാനാണ് ഇയാൾ. അടിമുടി അരാഷ്ട്രീയതയാണ്. ആകെ മുൻപിലുള്ളത് എന്താ? ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ച് ഒരു ഗുണ്ടാ സംഘത്തെ ഒപ്പം കൊണ്ടുപോകുന്ന ഒരു എപ്പൊളിറ്റിക്കൽ ഗാങ്സ്റ്റർ മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ഉൾക്കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വരുമ്പോൾ അതിന് പിന്തുണയുമായിട്ട് എത്തിയിരുന്നവരും ഇതേ സ്വഭാവമുള്ളവരായിരുന്നു. അവർക്ക് വ്യക്തമായ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ഉള്ളവരായിരുന്നു. അവർക്ക് വ്യക്തമായ ബന്ധങ്ങൾ ഈ സൈബർ ലിഞ്ചിങ് ഇടങ്ങളിൽ മാത്രമല്ല വ്യക്തമായ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. ഈ കൂട്ടരുടെയൊക്കെ പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പാലക്കാട്ടെ മുഴുവൻ ജനങ്ങളുടെ അല്ലെങ്കിൽ പോലും ഇതിനെയാണ് അയാൾ സമാഹരിക്കാൻ അതാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അയാൾക്ക് കിട്ടിയപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ആ സമയത്ത് വിധി എഴുതിയപ്പോൾ ആ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് അയാൾ ആദ്യം ചെയ്തത് എന്താ? അടിയന്തര പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ദിവസമല്ലേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായിട്ട് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്? ഇയാളാണോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലീഡർ? ആ അടിയന്തരാവസ്ഥയുടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ആദ്യം ഇയാൾ പോകുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചാണ് ഈ കുട്ടി ഗർഭിണിയായ ഈ കുട്ടിയെ വീണ്ടും ബലാത്സംഗം ചെയ്യുന്നതും അതിനെ തുടർന്നാണ് അത് റേപ്പായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ആഘോഷിച്ചവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇപ്പോഴും രാജ്ഭവൻ ഉണ്ണിത്തൻ പറയുന്നത് പോലെ ഈ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഈ സൈബർ ഗുണ്ടകളുണ്ടല്ലോ, ആ സൈബർ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് നേതാവാകാൻ കഴിയും കുറച്ച് കാലത്തേക്ക് മാത്രം. പക്ഷേ ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രീയമില്ലെങ്കിൽ സൈബർ ഗുണ്ടകളുടെ പുറത്ത് നിങ്ങൾ ആവുന്ന രാഷ്ട്രീയ നേതാവ് ഒരു പപ്പു യാദവിൻ്റെ ഇമേജ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അത് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെയൊക്കെ ഇത് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇത് വിജയിക്കില്ല എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുസേവന രംഗത്ത് നിന്നും എന്നേക്കുമായി മാറുക, പകരം അദ്ദേഹത്തിൻ്റെ ഈ ബ്രീഡിംഗ് ഫെറ്റിഷിസം അടക്കമുള്ള പെർവേഷൻസിന് ഒരു ചികിത്സ തേടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം. കോടതിയുടെ ട്രീറ്റ്മെൻറ്റും ഒപ്പം ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹിക്കുന്നുണ്ട്. ഇതാണ് MLA സ്ഥാനം ഒഴിയണ്ടേ സുജയ? ഒഴിയണമല്ലോ. ഒഴിയാനുള്ള ഒരു ധാർമ്മികതയൊക്കെ ഉള്ള ഒരാളാണോ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൂടി പാർട്ടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം MLA ആയി ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറഞ്ഞ എത്ര നേതാക്കളുണ്ട്? ഇത്രയും സമയമുണ്ടായിരുന്നല്ലോ. ഓഗസ്റ്റ് 20-നാണ് ആദ്യമായി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്, പൊതുമധ്യത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഡിസംബർ 4 വരെ എന്താണ് ആർജവത്തോടെ കോൺഗ്രസ് എന്ന പാർട്ടി എടുത്ത ശക്തമായ നിലപാട്? MLA സ്ഥാനം ഒഴിയാൻ അന്ന് പറയാതിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരില്ല എന്നുള്ളത് അന്ന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനായിട്ടുള്ള ഒരു നീക്കവും ഉണ്ടാകില്ല. അതിനു മുൻപ് തന്നെ ഒഴിവ് വന്ന ഇടങ്ങളിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്നതും പാർട്ടിക്കറിയാം. പക്ഷേ അന്നും ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം ഒഴിയേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിലൊന്നും ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങളാണ് മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എന്താണ് എന്നുള്ളത് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇന്നിപ്പോൾ ഗത്യന്തരമില്ലാത്ത ഒരു നടപടി, അത് ഗത്യന്തരമില്ലാതെ എടുക്കേണ്ടി വന്ന ഒരു നടപടി, അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ല. എത്ര നിയമവിദഗ്ധരുള്ള പാർട്ടിയാണെന്നേ കോൺഗ്രസിൽ LLB ഹോൾഡേഴ്സ് ആയിട്ടുള്ള എത്ര പേർ അതിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ നിയമവശങ്ങളെക്കുറിച്ച്, ഈ പരാതിയുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച്, ഭാരതീയ BNS ചുമത്തിയിട്ടിരിക്കുന്ന വകുപ്പുകളെക്കുറിച്ച് അറിവില്ലാത്തവരൊന്നും അല്ലല്ലോ. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയോ, ആർക്കാ നിയമം അറിയാത്തത്? നിയമം അറിയാവുന്ന ആളുകൾ ഇരുന്നിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ 4 മിനിറ്റിനുള്ളിൽ തീരുമാനമെടുത്തുന്നു. ആരോടാണ് ഈ പറയുന്നത്? ആരെയാണ് പറ്റിക്കുന്നത്? MLA സ്ഥാനം ഒഴിയാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ അന്ന് ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല.
ആ ധൈര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ഒട്ടും പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു, CPM എന്താ പുറത്താക്കാത്തത്, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെയും CPIM ആകാനാണോ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്? CPIMന്റെയും കോൺഗ്രസിന്റെയും ഐഡിയോളജി ഒന്നാണ് എന്നാണോ പറഞ്ഞു വെക്കാൻ നോക്കുന്നത്? അതായത് CPIM ചെയ്താലേ ഞങ്ങൾ ചെയ്യും, അങ്ങനെയാണ് പിന്നെ രണ്ട് പാർട്ടി എന്തിനാ ഒന്നിച്ചങ്ങ് പ്രവർത്തിച്ചുകൂടെ? ഒന്നുകിൽ നിങ്ങൾ പോയി CPIMലോ അല്ലെങ്കിൽ LDFന്റെ ഘടകകക്ഷിയായിട്ടോ കോൺഗ്രസ് പോവുക. എന്തായാലും രാജ്യം മുഴുവൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ആയിരിക്കും എന്തായാലും നല്ലത്. ഇവിടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റേതെങ്കിലും ഒരു കേസുമായോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ട വ്യക്തിയുമായോ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആദ്യം മുതൽ തന്നെയുള്ള എൻ്റെ നിലപാടാണ്. കാരണം ഇയാളെന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയായി ഒരു ജനതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളല്ല. അതുകൊണ്ട് അത് M മുകേഷിന്റെ കേസുമായോ അല്ലെങ്കിൽ വിൻസെന്റിന്റെ കേസുമായോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസുമായോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ജിമ്മി ജെയിംസ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും കേസുമായോ താരതമ്യപ്പെടുത്തേണ്ട ഒന്നല്ല. കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്രൈമിന് ഈ വകുപ്പുകൾ നമുക്കൊരു പക്ഷേ മറ്റ് കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ഒരുപോലെ ആയിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ നമ്മൾ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ നടക്കുന്നതിനും അപ്പുറം ഒരു ലഘു വിചാരണ എന്ന് പറയാവുന്ന രീതിയിൽ തെളിവുകൾ രണ്ട് ഭാഗത്തു നിന്നും വരികയും ആ മെറിറ്റിലേക്ക് കടന്നതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. മെറിറ്റ് വിശദമായി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നെഹ്റുവിയൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗപ്രവേശം ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ തട്ട് മുതൽ കൃത്യമായി കയറി വന്ന ഒരു MLA ആയ 36 വയസ്സാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പ്രായം. ആ 36 വയസ്സ് വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കൂ. അതിൽ കിട്ടിയിരിക്കുന്ന ഒരു പുഷ് എവിടെ നിന്നാണ്? അത് കൊടുത്തിരിക്കുന്ന നേതാവ് ആരാണ്? ആ നേതാവിൻ്റെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. ആ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ മരമായി ഇത്രയും വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾക്ക് വളർന്ന് കയറി വരാൻ പറ്റിയത്. ക്രിമിനൽ സ്വഭാവത്തിലുള്ള പരാതികൾ ലഭിച്ചില്ല എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞത്. അപ്പോൾ മറ്റു പരാതികൾ ലഭിച്ചിരുന്നുവെന്നാണോ? ഷഹനാസിനെ അറിയില്ല എന്നെന്തായാലും പറഞ്ഞില്ല, ഷഹനാസ് പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല. അത് അവർ വീണ്ടും വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്ന് ഭയന്നിട്ടായിരിക്കും. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെ മാറ്റുന്നു, പിന്നീട് വീണ്ടും ആഡ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവർക്കെതിരെ ഈ പറയുന്ന ഒരു കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും. അത് ഭയന്ന ആളുകൾ പറയാതിരിക്കുന്നതാണ്. അത് ഭയന്ന ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരാതിരിക്കുന്നതാണ്. ഇന്ന് ഈ പരാതിയിന്മേൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷന്മേൽ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കാതെ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഇയാളുടെ MLA എന്ന പദവി കൂടി ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾ കൊടുത്ത ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനപ്രതിനിധി ഇപ്പോൾ ഒരു പ്രതിയാണ്. ആ പ്രതിയാണെന്നുള്ളത് മനസ്സിലാക്കണം. വീണ്ടും നിധിയായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു കോൺഗ്രസ് ഇന്ന് വരെ. അങ്ങനെ നിധിയായി കൊണ്ടു നടന്നിരുന്ന പാർട്ടിക്ക് കൃത്യമായും ജനങ്ങളോട് ഉത്തരം പറയാനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് റിനി ആൻ ജോർജ് ആദ്യം കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? റിനിയെ സൈബർ ഇടങ്ങളിലിട്ട് കൊത്തി വലിച്ചല്ലോ. റിനി ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോടാണ്. പ്രതിപക്ഷ നേതാവ് സത്യസന്ധതയോടെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. പാലക്കാട് MLA ആയി വന്നതും ഈ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ വലിയ ആർജവമുള്ള നേതാവ് എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങുന്നുണ്ടെങ്കിൽ 3 കൊല്ലം മുമ്പ് എടുത്ത നിലപാട് എന്താണ്? ഇക്കഴിഞ്ഞ 3 കൊല്ലങ്ങളിലാണ് ഈ പ്രെഡേറ്റർ എല്ലാ രീതിയിലും വളർന്നങ്ങോട്ട് പന്തലിച്ചത്. ആ പന്തലിക്കുന്നതിന് ആ മരം അങ്ങോട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളുകൾ അപ്പോൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇനി ഞാൻ അവൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ചെയ്തു വെച്ചത് ആരാണോ വളർത്തിയത് അവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കേൾക്കാതെ പോയിട്ടുള്ള ഇപ്പോൾ നമ്മൾ കേട്ടത് 1-2 പെൺകുട്ടികളുടെ വിങ്ങി പൊട്ടിക്കൊണ്ടുള്ള ശബ്ദരേഖകളാണ്. ഇതൊന്നും പറയാതെ ഇയാളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഈ പുതുതലമുറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കണം. ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് ബോംബിംഗ് ആണ്. ആ ലവ് ബോംബിംഗ് എന്താണ് എന്നുള്ളത് ഇയാളുടെ പിടിയിൽപ്പെട്ടിട്ടുള്ള പല പെൺകുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇയാളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും ഒരുപക്ഷെ ഉണ്ടാകാം. അവരും പെട്ടുകിടക്കുന്നത് ഈ ലവ് ബോംബിങ്ങിലാണ്. അപ്പോൾ ആ ലവ് ബോംബിംഗ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ആ സ്നേഹത്തിന്റെ ഒരു വലയത്തിലായിരിക്കും ആ പെൺകുട്ടി ആ വലയത്തിൽ നിന്നുകൊണ്ട് പതുക്കെ മറ്റുള്ളവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആക്കും. മറ്റാളുകളുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാതെ വരുമ്പോഴേക്കും ഈ സിംഗിൾ പേഴ്സണിൽ മാത്രമായി ഒതുങ്ങും. ആ ഒതുങ്ങി കഴിയുമ്പോഴാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. ആ ലവ് ബോംബിംഗ് ആണ് ഇവിടെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ആ പെൺകുട്ടി അത് തിരിച്ചറിയാൻ വൈകിയത് ആണ് ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധമെന്ന് പറയുന്നത്. കാരണം ഇയാൾ ഇങ്ങനെ ഇതേ രീതിയിലുള്ള ഒരു പ്രെഡേറ്റർ സ്വഭാവമുള്ള ആളാണെന്നും മറ്റാളുകളെ ഇതുപോലെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതും പിന്നീട് ഒരു ഘട്ടത്തിലായിരിക്കും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലവ് ബോംബിംഗ് നടത്തുന്ന മനഃപൂർവ്വം പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന ഒരാളെ തിരിച്ചറിഞ്ഞിട്ടും അയാളെ ആദ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പോയത് കോൺഗ്രസ് പാർട്ടി ചെയ്ത തെറ്റാണ്. ആ തെറ്റ്
തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിനിയെങ്കിലും ഏറ്റുപറയുക. ഇനിയുള്ള ആളുകളെ, ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരണം, നല്ലതാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒരു ഹിംസയുടെ അല്ലെങ്കിൽ ഒരു ലവ് ബോംബിങ്ങിന്റെ ആളാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളാണ് എന്ന് കൃത്യമായി തെളിവടക്കം മനസ്സിലായിട്ടും പിന്നെയും ചേർത്ത് പിടിച്ചത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ തെറ്റായി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. MLA സ്ഥാനം ഒഴിയുകയോ ഒഴിയാതിരിക്കുകയോ എന്ത് ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിലും അയാളെ പിന്തുണച്ച പാർട്ടിയും പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ആളുകളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ്. MLA സ്ഥാനം ഒഴിയണോ എന്ന ചോദ്യത്തിന് 5 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്.